ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ഇന്ന് നിർണായകമാണ് PS പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ദിവസം ഇത് കോടതി പരിഗണിക്കുന്ന ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് എപ്പോഴായിരിക്കും പരിഗണിക്കുക? അശ്വതി, ഇന്ന് രാവിലെ തന്നെ കൊല്ലം വിജിലൻസ് കോടതി PS പ്രസാദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. നിലവിൽ മറ്റൊരു കേസ് കൂടി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ ജാമ്യാപേക്ഷ നൽകിയത്. കാരണം ശബരിമലയിലെ നെയ്വിതരണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ സ്വാഭാവികമായും അന്നത്തെ ഭരണസമിതി അധ്യക്ഷൻ കൂടിയായ PS പ്രസാദിനെ കൂടെ ചോദ്യം ചെയ്യാനും അതിൽ പ്രതിചേർക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ജാമ്യാപേക്ഷ. നിർണായകമാണ്. ജാമ്യാപേക്ഷയെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ശക്തമായി എതിർക്കും. കാരണം PS പ്രസാദ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കാനാണ് സാധ്യത. കാരണം ഈ കേസ് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആ ഘട്ടത്തിൽ മുൻ പ്രസിഡന്റ് കൂടിയായ PS പ്രസാദിന്റെ ജാമ്യം അല്ലെങ്കിൽ പുറത്ത് എത്തുന്നത് അത്ര ഗുണകരമാകില്ല കേസ് അന്വേഷണത്തിന്. അത് ബാധിക്കും എന്ന നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ എത്തുകയും ചെയ്യും. അതുകൊണ്ട് കോടതിയുടെ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.